രഘു ഒരു ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. ആദ്യ ഗഡുവായി രഘു 1000 രൂപ തിരിച്ചടച്ചു. ഓരോ മാസവും ഗഡു 150 രൂപ വീതം വർദ്ധിപ്പിച്ചാൽ 30ാമത്തെ ഗഡുവായി രഘു തിരിച്ചടയ്ക്കുന്ന തുക എത്രയാണ്? ഇവിടെ ആദ്യ ഗഡു 1000 രൂപയാണ്. ഓരോ മാസവും 150 രൂപ വീതം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ മാസം 1150 രൂപയും മൂന്നാം മാസം 1300 രൂപയും തിരിച്ചടയ്ക്കും. അങ്ങനെ 30ാമത്തെ തവണ എത്ര രൂപ തിരിച്ചടയ്ക്കുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, 1000-നോട് 150 കൂടിയതാണ് 1150. അതിനോട് വീണ്ടും 150 കൂടിയതാണ് 1300. അപ്പോൾ ഇത് 150 വീതം കൂടിക്കൂടി വരികയാണ് ഗഡുക്കൾ. അപ്പോൾ 150 വീതം ഇങ്ങനെ കൂടിക്കൂടി വരുന്നതുകൊണ്ട് ഇത് പൊതുവ്യത്യാസം 150 ഒരു സമാന്തര പ്രോഗ്രഷനാണ്. സമാന്തര പ്രോഗ്രഷനിലെ n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കിതിലെ 30ാം പദം കണ്ടുപിടിക്കാം. അപ്പോൾ സമാന്തര പ്രോഗ്രഷനിലെ n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: an = f + n-1 × d. ഇതിലെ f ആദ്യ പദം. ഇവിടെ ആദ്യ പദം എന്ന് പറയുന്നത് ആദ്യത്തെ ഗഡുവായ 1000 രൂപ. എഫിന് 1000 എന്ന് കൊടുക്കുക. n പദങ്ങളുടെ എണ്ണം, നമുക്ക് 30ാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് n-ന് 30 എന്ന് കൊടുക്കുക. d പൊതുവ്യത്യാസമാണ്. ഇവിടെ 150 വീതമാണ് കൂടി വരുന്നത്, അതുകൊണ്ട് പൊതുവ്യത്യാസം 150. ഈ വാല്യൂസ് ഇവിടെ കൊടുക്കുമ്പോൾ 30ാം പദം കിട്ടാനായിട്ട് 1000 + n-1, n 30 കൊടുത്താൽ n-1 29 ആവും. 29 × 150 എന്ന് വരും. അതായത് 1000 + 4350 = 5350 ആയിരിക്കും 30ാമത്തെ ഗഡു. 5350. ശരി ഉത്തരം ഓപ്ഷൻ ഡി, 5350. ഒരു ദിവസം എത്ര തവണ ഒരു ക്ലോക്കിലെ സൂചികൾ പരസ്പരം ലംബകോണിലായിരിക്കും? അപ്പോൾ ഒരു ദിവസം ക്ലോക്കിലെ സൂചികൾ 90 ഡിഗ്രി ആംഗിളിൽ വരുന്നത് എത്ര തവണയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓർക്കുക, 12 മണിക്കൂറിനിടയിൽ 22 തവണ ക്ലോക്കിലെ സൂചികൾ 90 ഡിഗ്രി ആംഗിളിൽ വരും. 22 തവണ. അപ്പോൾ 24 മണിക്കൂറിനിടയിൽ 22 × 2 44 തവണ ക്ലോക്കിലെ സൂചികൾ ലംബകോണിലായിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ സി, 44. WFB TGD QHG ഡാഷ്. അപ്പോൾ ഇത് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ക്രമീകരണമാണ്. അക്ഷരമാല എന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് അടുത്ത ടേം കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ നമുക്ക് അക്ഷരമാല എന്ന് എഴുതാം. ഇനി ഇതിലെ ഒന്നാമത്തെ അക്ഷരങ്ങൾ നോക്കുക. WTQ. നോക്കുക, WTQ. ഡബ്ല്യുവിൽ നിന്ന് പുറകോട്ട് മൂന്നാമത്തെ അക്ഷരമാണ് T. അവിടെ നിന്ന് പുറകോട്ട് മൂന്നാമത്തെ 2 അക്ഷരങ്ങൾ ഒഴിവാക്കി മൂന്നാമത്തെ അക്ഷരമാണ് Q. അപ്പോൾ അടുത്ത പദത്തിൻ്റെ ഒന്നാമത്തെ അക്ഷരം കണ്ടെത്താനായിട്ട് 2 അക്ഷരം ഒഴിവാക്കി മൂന്നാമത്തെ അക്ഷരത്തിലെത്തുക. അതായത് n-ൽ വരും, n. അപ്പോൾ അടുത്ത് വേണ്ടത് n ആണ്. ഇനി രണ്ടാമത്തെ അക്ഷരങ്ങൾ നോക്കുക. FGHI. തൊട്ടടുത്ത അക്ഷരത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അടുത്തത് വേണ്ടത് I ആയിരിക്കും. അപ്പോൾ NI-യിൽ തുടങ്ങുന്നതായിരിക്കും നമുക്ക് വേണ്ടത്. ഇനി K ആണോ J ആണോ എന്ന് തീരുമാനിച്ചാൽ മതി. ഓപ്ഷൻ A ആണോ ഓപ്ഷൻ B ആണോ എന്ന് തീരുമാനിക്കാൻ. K ആണോ J ആണോ മൂന്നാമത്തെ അക്ഷരം എന്ന് തീരുമാനിക്കുക. നോക്കുക, മൂന്നാമത്തെ അക്ഷരം BDG ആണ്. B കഴിഞ്ഞ് ഒരക്ഷരം ഒഴിവാക്കി D-യിൽ ചെന്നു. അവിടുന്ന് 2 അക്ഷരം ഒഴിവാക്കി G-യിൽ ചെന്നു. അപ്പോൾ ഇനി 3 അക്ഷരം ഒഴിവാക്കണം. 3 അക്ഷരം ഒഴിവാക്കുമ്പോൾ K-യിൽ ചെല്ലും. അപ്പോൾ K ആണ് വേണ്ടത്. നോക്കുക, B കഴിഞ്ഞ് ഒരക്ഷരം ഒഴിവാക്കി D-യിൽ, അവിടുന്ന് 2 അക്ഷരങ്ങൾ ഒഴിവാക്കിയാണ് G-യിൽ വന്നത്. അപ്പോൾ ഇനി നമ്മൾ 3 അക്ഷരങ്ങൾ ഒഴിവാക്കണം. HIJ, ഈ 3 ഒഴിവാക്കി K-യിൽ ചെല്ലും. അപ്പോൾ NIK ആണ് അടുത്തത്. ശരി ഉത്തരം ഓപ്ഷൻ എ, NIK.
5, 16, 51, 158 ഡാഷ്. ഇപ്പോൾ നമുക്ക് അടുത്ത പദം കണ്ടെത്താനായിട്ട് ഈ പദങ്ങൾ തമ്മിലുള്ള ബന്ധം നോക്കാം. നോക്കുക, 5ഉം 16ഉം തമ്മിലുള്ള ബന്ധം. 5നെ 3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 15 കിട്ടും. അതിനോട് 1 കൂട്ടിയതാണ് 16. ഈ 16നെ 3 കൊണ്ട് ഗുണിച്ചാൽ 48 കിട്ടും. അതിനോട് 3 കൂട്ടിയതാണ് 51. 51നെ 3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 153 അതിനോട് 5 കൂട്ടിയതാണ് 158. അപ്പോൾ അടുത്ത പദം കിട്ടാനായിട്ട് ചെയ്യേണ്ടത് 158നെ 3 കൊണ്ട് ഗുണിക്കുക. അതിനോട് നോക്കുക 1, 3, 5, 7 കൂട്ടുക. 158 ഗുണം 3 കാണാം. നാനൂറ്റി 474 7 കൂട്ടിയാൽ 481 വരും. അപ്പോൾ അടുത്ത പദം 481. ശരി ഉത്തരം ഓപ്ഷൻ ബി. ഒറ്റയാനെ കണ്ടെത്തുക. SORE SOTLU MEJNIAS NORGAE. അപ്പോൾ ഇതെല്ലാം അക്ഷരങ്ങളാണ് ഓരോ ഓപ്ഷനിലും നൽകിയിരിക്കുന്നത്. ഈ അക്ഷരങ്ങളിൽ നിന്ന് നമുക്ക് ഓരോ വാക്കുകൾ ഉണ്ടാക്കാം. നോക്കുക, SORൽ എന്നുള്ളത് റോസ് എന്നതിലെ അക്ഷരങ്ങൾ മാറ്റി എഴുതിയിരിക്കുന്നതാണ്. അതുപോലെ SOTLU ഇതിൽ നിന്ന് നമുക്ക് ലോട്ടസ് എഴുതാം, ലോട്ടസ്. അടുത്തത് MEJNIAS ജാസ്മിൻ എന്ന വാക്കിലെ അക്ഷരങ്ങൾ മാറ്റി എഴുതിയിരിക്കുന്നതാണ്, ജാസ്മിൻ. ഇതോ NORGAE ഓറഞ്ച്. ഇനി ഇതിലെ ആദ്യത്തെ 3 അതിന് പൊതുവായൊരു പ്രത്യേകത ഉണ്ടാകും. 3 ഫ്ലവേഴ്സാണ്. അതേസമയം ഓറഞ്ച് ഒരു ഫ്രൂട്ടാണ്. വേറിട്ട് നിൽക്കുന്ന ഓറഞ്ച് ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി, NORGAE. 16/4/2020 തുടങ്ങി 9 മാസവും 5 ദിവസവും പൂർത്തിയാകുന്ന തീയതി. ഇവിടെ 16/4/2020 ഇത് തുടങ്ങി 1 മാസം പൂർത്തിയാകുന്നതാണ്. ഏപ്രിൽ 16, 2020 തുടങ്ങി 1 മാസം പൂർത്തിയാകുന്ന തീയതി എന്ന് പറയുന്നത് 15/5/2020 ആണ്. മെയ് 15 ആകുമ്പോൾ, ഏപ്രിൽ 16 തുടങ്ങി മെയ് 15 ആകുമ്പോൾ 1 മാസം കംപ്ലീറ്റ് ചെയ്യും. 2 മാസം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 15/6/2020 ആകണം. ഈ രീതിയിൽ 9 മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 15/1/2021 ആവും. 2021 ജനുവരി 15 ആകുമ്പോഴാണ് 9 മാസം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി 5 ദിവസം കൂടെ വേണം. അപ്പോൾ 15നോട് കൂടി 5 ദിവസം കൂടെ ചേർന്നാൽ 20. അപ്പോൾ ഉത്തരമായി വരുന്നത് 20/1/2021 ആയിരിക്കും. 20/1/2021. ശരി ഉത്തരം ഓപ്ഷൻ ഡി, 20/1/2021. ഒരു മുറിയുടെ നീളവും വീതിയും യഥാക്രമം 10 മീറ്റർ 75 സെൻറ്റിമീറ്ററും 8 മീറ്റർ 25 സെൻറ്റിമീറ്ററുമാണ്. തറയിൽ ചതുരാകൃതിയിലുള്ള ടൈലുകൾ പാകണം. ടൈലിൻ്റെ സാധ്യമായ ഏറ്റവും വലിയ വലിപ്പം കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസൊക്കെ ഒന്ന് നോക്കുക. എല്ലാത്തിലും നീളവും വീതിയും തുല്യമാണ്. 20 സെൻറ്റിമീറ്റർ 20 സെൻറ്റിമീറ്റർ, 25 സെൻറ്റിമീറ്റർ 25 സെൻറ്റിമീറ്റർ, 30 സെൻറ്റിമീറ്റർ 30 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ. അതായത് സമചതുരാകൃതിയിലുള്ള ടൈലുകളാണ് പാകുന്നത്. അപ്പോൾ ആ സമചതുരത്തിൻ്റെ ഒരു വശം എത്രയെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ട സമചതുരത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഈ മുറിയുടെ നീളത്തിനെയും വീതിയെയും ഹരിക്കാൻ പറ്റുന്നൊരു സംഖ്യ ആയിരിക്കണം. അങ്ങനെ നീളത്തിനെയും വീതിയെയും ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ അതായിരിക്കണം ഒരു ടൈലിൻ്റെ ഒരു വശത്തിൻ്റെ നീളം. അല്ലെങ്കിൽ നീളത്തിൻ്റെയും വീതിയുടെയും ഉസാഖ അഥവാ HCF കണ്ടാൽ നമുക്ക് ഉത്തരം കിട്ടും. ഒരു ടൈലിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കിട്ടും. അപ്പോൾ ഉസാഖ കാണണമെങ്കിൽ ഇത് മീറ്ററും സെൻറ്റിമീറ്ററുമായിട്ട് നൽകിയിട്ടുണ്ട്. നമുക്കതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. 10 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെൻറ്റിമീറ്ററാണ്. അതിൻ്റെ കൂടെ 75 സെൻറ്റിമീറ്ററും കൂടെ കൂട്ടുമ്പോൾ 1075 സെൻറ്റിമീറ്ററും
അടുത്തത് 8 മീറ്റർ 25 സെൻറ്റിമീറ്റർ 825 സെൻറ്റിമീറ്റർ. ഈ രണ്ട് സംഖ്യകളുടെ ഉസാഖ അഥവാ HCF കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടൈലിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കിട്ടും. അപ്പോൾ ഉസാഖ കാണാനായിട്ട് നമുക്ക് നോക്കുക, ഇത് രണ്ട് 25ൻ്റെ ഗുണിതങ്ങളാണ്. അതുകൊണ്ട് വലിയ സംഖ്യ എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. 25 കൊണ്ട് ഹരിക്കാം. ഓർക്കുക, 100-ൽ 25 4 തവണയും 1000-ൽ 40 തവണയും. അപ്പോൾ 1075-ൽ 43 തവണയാണ് 25 വരിക. ഇവിടെ 825. 825-ൽ 25 എത്ര തവണയാണുള്ളത്? 100-ൽ 4 തവണ. അപ്പോൾ 800-ൽ 32 തവണയും. നോക്കുക, 25-ൽ 1 തവണയും. അപ്പോൾ 33 തവണയും. 825-ൽ 33 തവണയാണ് 25 വരിക. ഇനി നമുക്ക് പൊതുവായ ഘടകങ്ങളൊന്നും എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഉസാഖ 25ആണ്. അതായത് ഒരു ടൈലിൻ്റെ വശം എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ 25 സെൻറ്റിമീറ്റർ ഇൻറ്റു 25 സെൻറ്റിമീറ്റർ വരുന്ന ടൈലുകളാണ് അവിടെ പാകാൻ പറ്റിയ ഏറ്റവും വലിപ്പം കൂടിയ ടൈലുകൾ. ശരി ഉത്തരം ഓപ്ഷൻ ബി, 25 സെൻറ്റിമീറ്റർ ഇൻറ്റു 25 സെൻറ്റിമീറ്റർ. 9808 ഗുണം 625 സമൻ ഡാഷ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ആദ്യം 9808-നെ 625 കൊണ്ട് ഗുണിക്കാം. അഞ്ച് കൊണ്ട് ആദ്യം ഗുണിക്കാം. ഇനി 2 കൊണ്ട് ഗുണിക്കാം. അടുത്ത 6 കൊണ്ട്. കൂട്ടിയെടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. ഇനി നോക്കുക, ഈ തന്നിരിക്കുന്ന 3 ഓപ്ഷൻസിൽ 10⁵5 എന്ന് കൊടുത്തിട്ടുണ്ട്, ഇൻറ്റു 10⁵5. അപ്പോൾ 10⁵5 എന്നുള്ള രൂപത്തിൽ എഴുതണമെങ്കിൽ നമ്മൾ വലത്ത് നിന്ന് 5 സ്ഥാനം ഇടത്തോട്ട് മാറ്റണം. എന്നിട്ട് വേണം ഡെസിമൽ പോയിൻ്റ് കൊടുക്കാൻ. അപ്പോൾ വലത്ത് നിന്ന് 5 സ്ഥാനം ഇടത്തോട്ട് മാറ്റുമ്പോൾ ഈ 1-നും 3-നും ഇടയിൽ ഡെസിമൽ പോയിൻ്റ് കൊടുക്കണം. അപ്പോൾ 61.3 ഇൻറ്റു 10⁵5 എന്ന് എഴുതുക. 61.3 ഇൻറ്റു 10⁵5. ശരി ഉത്തരം ഓപ്ഷൻ സി വരും. എ, ബി എന്നീ പൈപ്പുകൾ യഥാക്രമം 12 മണിക്കൂറും 15 മണിക്കൂറും കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കും. 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും? അപ്പോൾ എ എന്ന പൈപ്പ് കൊണ്ട് ടാങ്ക് നിറയണമെങ്കിൽ 12 മണിക്കൂർ വേണം. ബി എന്ന പൈപ്പ് മാത്രം തുറന്നു കഴിഞ്ഞാൽ ടാങ്ക് നിറയാൻ 15 മണിക്കൂർ വേണം. എയും ബിയും 2 പൈപ്പുകൾ ഒരുമിച്ച് തുറന്നാൽ എത്ര മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഒരു പൈപ്പ് എക്സ് മണിക്കൂർ കൊണ്ടും രണ്ടാമത്തെ പൈപ്പ് വൈ മണിക്കൂർ കൊണ്ടും ടാങ്ക് നിറയ്ക്കുമെങ്കിൽ 2 പൈപ്പുകൾ ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ XY/X+Y മണിക്കൂർ എടുത്താൽ മതിയാവും. ഓർക്കുക, ആദ്യത്തെ പൈപ്പ് എക്സ് മണിക്കൂർ കൊണ്ടും രണ്ടാമത്തെ പൈപ്പ് വൈ മണിക്കൂർ കൊണ്ടും ടാങ്ക് നിറയ്ക്കുമെങ്കിൽ 2 പൈപ്പുകൾ ഒരുമിച്ച് തുറന്നാൽ XY/X+Y മണിക്കൂറുകൾ കൊണ്ട് ടാങ്ക് നിറയും. അപ്പോൾ എ എന്ന പൈപ്പിന് ടാങ്ക് നിറയ്ക്കാൻ 12 മണിക്കൂർ വേണം. അപ്പോൾ എക്സിന് 12 എന്നെടുക്കാം. രണ്ടാമത്തെ പൈപ്പ് ബിക്ക് 15 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. അപ്പോൾ വൈക്ക് 15 എന്നും കൊടുക്കുക. ഈ വാല്യൂസ് ഇവിടെ കൊടുക്കുമ്പോൾ 12 × 15/12 + 15 എന്ന് വരും. 12ഉം 15ഉം കൂടെ കൂട്ടിയാൽ 27. സിംപ്ലിഫൈ ചെയ്യാം. 3 കൊണ്ട് ഹരിക്കാം. 15നെയും 27നെയും 3 കൊണ്ട് ഹരിക്കാം. 15നെ 3 കൊണ്ട് ഹരിച്ചാൽ 5, 27നെ 3 കൊണ്ട് ഹരിച്ചാൽ 9. ഇവിടെ 12നെയും 9നെയും വീണ്ടും 3 കൊണ്ട് ഹരിക്കാമല്ലോ. 12നെ 3 കൊണ്ട് ഹരിച്ചാൽ 4, 9നെ 3 കൊണ്ട് ഹരിച്ചാൽ 3. അപ്പോൾ 4 × 5 20, 20/3 എന്ന് വരും. 20/3. 20നെ 3 കൊണ്ട് ഹരിച്ചാൽ 6 പോയിൻറ്റ് സംതിങ് ആണ് നമുക്ക് കിട്ടുക. ഇവിടെ അതായത് 6 മണിക്കൂറും കുറച്ച് മിനിറ്റുകളും വേണം ടാങ്ക് നിറയാൻ. ഇവിടെ 6 മണിക്കൂർ എന്ന ഓപ്ഷനിലുള്ളത്
ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ. അപ്പോൾ 6 മണിക്കൂർ 40 മിനിറ്റ് ആയിരിക്കും യഥാർത്ഥ ഉത്തരം. ശരി ഉത്തരം ഓപ്ഷൻ എ, 6 മണിക്കൂർ 40 മിനിറ്റ്. നമ്മളിതിൻ്റെ മിനിറ്റുകൾ തേടി സമയം കളയേണ്ട കാര്യമില്ല, കാരണം 6 മണിക്കൂർ വരുന്ന ഒറ്റ ഓപ്ഷനെ നമുക്ക് നൽകിയിട്ടുള്ളൂ. x/y റൈസ് ടു 12 ഇൻറ്റു y റൈസ് ടു 24 ഇൻറ്റു z റൈസ് ടു 3 ഹോൾ റൈസ് ടു 4 സമൺ ഡാഷ്. നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. ഇവിടെ x/y റൈസ് ടു 12 എന്നുള്ളത് നമുക്ക് അംശത്തിനും ഛേദത്തിനും സെപ്പറേറ്റ് പവർ കൊടുക്കാം. അപ്പോൾ ഇത് x റൈസ് ടു 12 ബൈ y റൈസ് ടു 12 എന്നാവും, ഇൻറ്റു y റൈസ് ടു 24 ഇൻറ്റു z റൈസ് ടു 3 ദി ഹോൾ റൈസ് ടു 4. ഇവിടെ നമുക്കൊരു കൃത്യങ്ക നിയമം ഉപയോഗിക്കാം. അതായത് a റൈസ് ടു m ദി ഹോൾ റൈസ് ടു n ഈസ് ഈക്വൽ ടു a റൈസ് ടു m ഇൻറ്റു n. അതായത് പവേഴ്സ് തമ്മിൽ ഗുണിച്ചാൽ മതി. അപ്പോൾ ഈ നിയമം ഉപയോഗിക്കുമ്പോൾ ഇത് 3 ഗുണം 4 12, z റൈസ് ടു 12 എന്ന് വരും. ഇനി നോക്കുക, y റൈസ് ടു 24നെ y റൈസ് ടു 12 കൊണ്ട് ഹരിക്കാം. അവിടെയും നമുക്കൊരു കൃത്യങ്ക നിയമമുണ്ട്. a റൈസ് ടു m ബൈ a റൈസ് ടു n സമം a റൈസ് ടു m മൈനസ് n. പവർ 24ൽ നിന്ന് 12 കുറച്ചാൽ മതി. അപ്പോൾ ഇത് x റൈസ് ടു 12 ഇൻറ്റു y റൈസ് ടു 24നെ y റൈസ് ടു 12 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ നിയമം ഉപയോഗിച്ച് y റൈസ് ടു 24 മൈനസ് 12, അതായത് y റൈസ് ടു 12 എന്ന് എഴുതാം, ഇൻറ്റു z റൈസ് ടു 12. എല്ലാത്തിൻ്റെയും പവർ 12 ആയല്ലോ. അപ്പോൾ ഇത് ഒന്നിച്ച് xyz ദി ഹോൾ റൈസ് ടു 12 എന്ന് എഴുതാം. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി, xyz ദി ഹോൾ റൈസ് ടു 12.